അക്യൂസ്ഡ് നമ്പർ 68 ED സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. അതിൽ മുൻ മന്ത്രിയായിട്ടുള്ള AC മൊയ്തീനും അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ MPയും അടക്കം നിരവധി ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയും 2 ലോക്കൽ സെക്രട്ടറിമാരും പ്രതികൾ, MPയും MLAയും ഒക്കെ പ്രതികളായി മാറുന്ന ചരിത്ര സംഭവം. CPM ആണ് കരുവന്നൂരിലെ ഈ പണം കൊള്ളയടിച്ചതെന്നാണ് EDയുടെ അന്തിമ കുറ്റപത്രത്തിൽ പറഞ്ഞു വെക്കുന്നത്. 1 2 രൂപയല്ല, 180 കോടിയുടെ കുംഭകോണം. ഇത്രയധികം നേട്ടം പ്രതികൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇതുവരെയും കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവമായി തന്നെ കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് CPMഉം പാർട്ടിയും പ്രതിയായി മാറിയിരിക്കുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് അതിലെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്നത്. CPM ജില്ലാ സെക്രട്ടറിമാരെ പ്രതികളാക്കി പാർട്ടിയെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ED മുന്നോട്ട് നീങ്ങുന്നത്. EDയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന സംഭവങ്ങൾ ഈ അടുത്തുണ്ടായതിന് പിന്നാലെയാണ്, പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കുറ്റപത്രം പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ച്, CPMനെ സംബന്ധിച്ച് ഏറ്റവും അധികം തിരിച്ചടിയായി മാറുന്നത്. MM വർഗീസ്, AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP തുടങ്ങിയവരെയാണ് ഇതിൽ പ്രതികളാക്കിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോഷ കലൂർ PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികളെയാണ് ഉൾപ്പെടുത്തിയത്. ആകെ മൊത്തം 83 പ്രതികൾ തട്ടിപ്പ് നടത്തി എന്ന് കുറ്റപത്രത്തിലൂടെ ആരോപിക്കുന്നു. ഈ തട്ടിപ്പിലൂടെ പ്രതികൾ സമ്പാദിച്ചത് 180 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം ഇതിനോടകം തന്നെ 128 കോടി രൂപയോളം കണ്ടുകെട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പണം മാത്രം ഇനി സമാഹരിച്ചാൽ മതിയാകും. അന്തിമ കുറ്റപത്രത്തിൽ പ്രതികളാക്കപ്പെട്ടത് CPM പാർട്ടി ഉൾപ്പെടെ 8ഓളം രാഷ്ട്രീയ പ്രവർത്തകരെ കൂടിയാണ്. ഇതാദ്യമായിട്ടാണ് ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കേരളത്തിലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രമുഖ പാർട്ടി, ഭരണകക്ഷി പ്രതിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിചാരണയും വിധിയും ഒക്കെ തന്നെ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ പിടിച്ചുകുലുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനു മുമ്പ് സ്വർണ്ണക്കള്ളക്കടത്തും അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും, എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിലൊന്നും തന്നെ പാർട്ടി ഇത്ര വലിയ പുലിവാല് പിടിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ പ്രതിയായി തന്നെ പാർട്ടി മാറുന്നു. പാർട്ടി നേതാക്കളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും ഒക്കെ തന്നെ പ്രതികളായി മാറുന്നു. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിർണായക നീക്കവുമായി ED മുന്നോട്ട് പോകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് CPMനെ സംബന്ധിച്ച് ഇടുത്തിയായി മാറുകയാണ്. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഡെമോക്ലസിന്റെ വാള് പോലെ മാറിയിരിക്കും. കൂടുതൽ CPM നേതാക്കൾ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടതിന് പിന്നാലെ CPM കൂടി, പാർട്ടി കൂടി പ്രതിപട്ടികയിലായത് തിരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. തിങ്കളാഴ്ചയാണ് തൃശൂർ കരുവന്നൂർ തട്ടിപ്പ് കേസിലെ അന്തിമ കുറ്റപത്രം ED കോടതിയിൽ സമർപ്പിച്ചത്. കരുവന്നൂർ ബാങ്ക് വഴി കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് ED റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്കിലെ രഹസ്യ അക്കൗണ്ടുകൾ വഴി CPMന്റെ കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ED ആരോപിക്കുന്നത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് കള്ളപ്പണ ഇടപാട് നടന്നതെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് മുൻ മന്ത്രിയും ഇപ്പോഴത്തെ MPയുമായിട്ടുള്ള K രാധാകൃഷ്ണൻ അടക്കം പെട്ടിരിക്കുന്നത്. കള്ളപ്പണ ഇടപാട് നടന്ന രഹസ്യ അക്കൗണ്ടുകളെക്കുറിച്ച് ആദായ നികുതി റിട്ടേണുകളിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ED റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നിക്ഷേപകർക്ക് പണം തിരികെ നൽകുന്നത് പ്രതിസന്ധിയിലായി മാറിയതോടെ ഇത് തിരിച്ചുപിടിക്കാൻ മറ്റൊരു മാതൃക കൂടി ED സംഘം കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വരുന്നു. റോസ്വാലി മാതൃക തന്നെയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. എങ്ങനെയെന്നാൽ പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ കോളിളക്കമടക്കം സൃഷ്ടിച്ച സാമ്പത്തിക തട്ടിപ്പായ റോസ്വാലി ചിട്ടി തട്ടിപ്പ്, അതിൽ 31 ലക്ഷത്തിലധികം നിക്ഷേപകരുടെ 17,500 കോടിയിലധികം രൂപ നഷ്ടമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യ തന്നെ അമ്പരപ്പോടുകൂടി നോക്കിക്കണ്ട ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഭീമമായ കുംഭകോണമായി അത് മാറിയിരുന്നു. അതിൽ ED സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരികെ നൽകാൻ വേണ്ടി വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ചെയർമാനായിട്ടുള്ള അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ADCയുടെ നീക്കമനുസരിച്ചുകൊണ്ട് ഇതുവരെ 32,319 നിക്ഷേപകർക്ക് 22 കോടി രൂപ തിരികെ നൽകാനായി കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെ കരുവന്നൂരിലും ഒരു അസറ്റ് ഡിസ്പോസൽ കമ്മിറ്റിയെ കൊണ്ടുവന്ന് നഷ്ടപ്പെട്ടവർക്ക് പണം തിരികെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് ED ആലോചിച്ചിരിക്കുന്നത്, കണക്ക് കൂട്ടിയിരിക്കുന്നത്. കരുവന്നൂരിൽ പണം നഷ്ടമായ 6 പേർ കഴിഞ്ഞ വർഷം തന്നെ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ED കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ നിന്നും തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ നൽകണമെന്നും കാലതാമസം ഉണ്ടാകരുതെന്നുമുള്ള ആവശ്യമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ കോടതിയിൽ ED തുക കൈമാറുന്നതിൽ യാതൊരുവിധ എതിർപ്പുമില്ലെന്നും അത് അനിവാര്യമായൊരു കാര്യമായും ചൂണ്ടിക്കാട്ടിയിരുന്നു. നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം പണം തിരികെ നൽകാനായി
കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂരിന് കൈമാറാം, ബാങ്ക് നിക്ഷേപകർക്ക് നൽകട്ടെ എന്നുള്ള നിലപാട് ഇ ഡി എന്ന് സ്വീകരിച്ചു. പക്ഷേ 10 തവണ ബാങ്കിനെ ബന്ധപ്പെട്ടിട്ട് പോലും ഒരു തരത്തിലും പ്രതികരണം ഉണ്ടായില്ല. അതെങ്ങനെയാണ് പ്രതികരണം ഉണ്ടാവുക എന്നുള്ള ചോദ്യം കൂടി സ്വാഭാവികമായും എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ബാങ്കിൻ്റെ ഭരണസമിതി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ മറ്റൊരു വശമാണ്. ഇക്കാര്യം ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കോടതി തന്നെ നേരിട്ട് ബാങ്കിന് നോട്ടീസ് അയച്ചു. കണ്ടുകെട്ടിയതിൽ CPM-ൻ്റേത് ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഉള്ളതുകൊണ്ടാണ് അത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് പണം നൽകുന്നതിൽ ഏറ്റവും വലിയ അതൃപ്തി CPM-ൻ്റെ ഭരണസമിതി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. CPM-ന് മുൻതൂക്കമുള്ള ഭരണസമിതി എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഭരണസമിതിയിൽ മാത്രമല്ല, ജീവനക്കാരിലടക്കം അത്തരത്തിലുള്ള ഒരു അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഇ ഡി പ്രതി ചേർത്തത് രാഷ്ട്രീയമായിട്ടുള്ള നീക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനോടകം തന്നെ നിരവധി രാഷ്ട്രീയ നേതാക്കളും CPM നേതൃത്വവും രംഗത്ത് വന്നു കഴിഞ്ഞു. രാഷ്ട്രീയമായി CPIM-നെയും ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഒരു ലക്ഷ്യമാണ് ഈ നടന്നിരിക്കുന്നതെന്നാണ് രാധാകൃഷ്ണൻ MP കൂട്ടിച്ചേർത്തിരിക്കുന്നത്. കേസിൻ്റെ വിശദാംശങ്ങളൊന്നും തനിക്ക് അറിയില്ല, ചുമത്തിയ കുറ്റങ്ങൾ എന്തെന്ന് പോലും തനിക്കറിയില്ലെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മൊഴിയെടുക്കാനായി വിളിപ്പിച്ച ശേഷം യാതൊരു തെളിവുമില്ലെന്ന് ഇ ഡി തന്നെ പറഞ്ഞു. താൻ സമർപ്പിച്ച രേഖകൾ പരിശോധിച്ചു, വിശദമായ മൊഴിയെടുത്ത് വിട്ടപ്പോൾ യാതൊരു തെളിവുമില്ല എന്ന് അവർ തന്നെ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേന്ദ്ര ഭരണകക്ഷിക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നീക്കം നടന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഇ ഡിക്കെതിരെയുള്ള പ്രതിഷേധം വളർന്നു വരുന്നു. ഇ ഡിയുടെ അഴിമതി പുറത്തു വന്നു. അത് മറച്ചുവെക്കാൻ ഇതുപോലുള്ള നടപടികൾ ഇ ഡി നടത്തും. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലാണ് ഇടതുപക്ഷം ആകെ അവശേഷിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുക എന്ന പ്രഖ്യാപിത നയത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിന് കഴിയുന്ന എല്ലാ മാർഗവും അവർ ഉപയോഗിക്കുമെന്നും കെ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞു. പ്രത്യക്ഷത്തിൽ കോടാനുകോടി രൂപ ഉണ്ടാക്കിയ ആളുകളെ തൊടാതെ അവരെ പേടിപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു തന്ത്രത്തിലൂടെയാണ് അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. കരുവന്നൂർ കള്ളപ്പണ കേസിൽ ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇ ഡി നടത്തുന്നതെന്ന് തൊട്ടു പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറയുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ കുറ്റപത്രം സമർപ്പിച്ച് രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടാനാണ് തങ്ങൾ നോക്കുന്നത്. ഇതൊരു ഗൂഢാലോചനയാണെന്നും അദ്ദേഹം തന്നെ ആരോപിക്കുന്നു. കേസിനെ നേരിടാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും CPM നടത്തിപ്പോരുന്നു. പാർട്ടിക്കും സർക്കാരിനും ഇതുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. CPM-നെ ഒരു പ്രതിയാക്കി കളയാമെന്ന ധാരണയോടുകൂടി ഇ ഡി മുന്നോട്ട് വന്നു. നേരത്തെയും ഇ ഡി 193 കേസോളം എടുത്തു. 2 കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടത്. തൃശ്ശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ആരെയും CPM വെറുതെ വിട്ടിട്ടില്ല. CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താമെന്നാണ് കരുതുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ തന്നെ തിരിച്ചറിയും. ഇ ഡിയുടെ കണ്ടെത്തൽ ആരാണ് അംഗീകരിക്കുന്നത്? രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ഈ തട്ടിപ്പിനെ വെള്ളപൂശാനുള്ളൊരു ശ്രമമായി പലരും വിമർശിക്കുന്നു. കരുവന്നൂർ കേസിലെ കുറ്റപത്രത്തെ രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് പ്രതിയായ AC മൊയ്തീനും പറയുന്നത്. കുറ്റപത്രത്തിൽ പേരുണ്ടെന്ന് പോലും മാധ്യമ വാർത്തകളിലൂടെയാണ് താൻ അറിഞ്ഞത്. ഭരണകക്ഷി നിലകൊള്ളുന്ന അന്വേഷണ ഏജൻസി എങ്ങനെ ഈ കേസുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് രാജ്യം തന്നെ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇ ഡിയുടെ രീതി വളരെ വ്യക്തമായി ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ലാഭങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ കേന്ദ്രം കരുതുന്നില്ല എന്നാണ് ഇക്കൂട്ടത്തിൽ അവരും വ്യക്തമാക്കുന്നത്.